മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരുടെ സ്ഥിരമായ ഒരു പരാതിയാണ് എത്ര മാനിഫെസ്റ്റേഷൻ ആരംഭിച്ചിട്ടും ഫലം കിട്ടുന്നില്ല. അഫർമേഷൻസ് എല്ലാം പറയുന്നുണ്ട്, റിച്വൽസുകൾ എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരുപാട് പേർ ചെയ്യുന്ന ചില സാധാരണ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാവാം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നവർ ചെയ്യുന്ന 5 വലിയ തെറ്റുകളെ വിശദമായി തന്നെ സംസാരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ സംശയത്തോടൊപ്പം ആഗ്രഹിക്കുക എന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ നടക്കുമോ എന്ന സംശയത്തോടു കൂടെ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ തടസ്സം സൃഷ്ടിക്കും. നാം പുറമേ പറയും എനിക്കിത് കിട്ടും എന്ന് പറയുമ്പോഴും ഉള്ളിൽ ഇത് എനിക്ക് സാധ്യമാണോ എന്ന ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ഊർജ്ജം മിക്സഡ് സിഗ്നൽ അയക്കും. മാനിഫെസ്റ്റേഷൻ വിശ്വാസത്തിന്റെ ഗെയിമാണ്. വിശ്വാസം പൂർണ്ണമാകണമെന്നില്ല, പക്ഷേ സംശയത്തേക്കാൾ വിശ്വാസം എപ്പോഴും കൂടുതലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരേ സമയം നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ പുതുതായി തുടങ്ങുന്നവർ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുമിച്ച് എഴുതും. പണം, ജോലി, വിവാഹം, ആരോഗ്യം, യാത്ര എല്ലാം അവർ ഒരുമിച്ച് എഴുതും. ഇത് നമ്മുടെ ഫോക്കസ് പിരിച്ചുവിടും. ആദ്യം ഒരു പ്രധാന ആഗ്രഹം മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ആ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ വിശ്വാസം തന്നെ വർദ്ധിക്കും. അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടും എന്ന രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യരുത്. മൂന്നാമതായി ചെയ്യുന്ന കാര്യമാണ് നെഗറ്റീവ് സെൽഫ് ടാൽക്ക് നമ്മൾ ഉപേക്ഷിക്കാത്തത്. എനിക്കൊന്നും നടക്കില്ല, എല്ലാവർക്കും ഭാഗ്യമുണ്ട്, എനിക്കതില്ല, ഇങ്ങനെ നമ്മൾ ദിവസേന നമ്മളോട് തന്നെ പറയുന്ന വാക്കുകൾ മാനിഫെസ്റ്റേഷനെ തകർക്കും. നിങ്ങളുടെ ചിന്തകൾ അതൊരു വികാരമായി മാറും, അത് പിന്നീട് ഊർജമായി മാറും, പിന്നീടാണ് അത് ബലം നൽകുന്നത്. ഇതൊരു ചെയിനാണ്. അതുകൊണ്ട് തന്നെ അഫർമേഷൻ പറയുമ്പോൾ ആ ദിവസത്തെ ചിന്തകൾ മുഴുവൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയില്ലായ്മയാണ്. 2 ദിവസം അഫർമേഷൻ പറഞ്ഞിട്ടും ഒന്നും മാറിയില്ലെന്ന് പറഞ്ഞ് നിർത്തുന്നവൾ വളരെ കൂടുതലാണ്. മാനിഫെസ്റ്റേഷൻ ഒരു പ്രോസസ്സാണ്. വിത്ത് വിതച്ചിട്ട് നാളെ തന്നെ ഫലം പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? സമയം, ശരിയായ ഊർജം, അലൈൻമെന്റ്, ആത്മവിശ്വാസം ഇവയെല്ലാം ആവശ്യമാണ്. ക്ഷമ തന്നെയാണ് മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയ ശക്തി. ഇതിൻ്റെ പുറമേ മറ്റൊരു തെറ്റെന്ന് പറയുന്നത് ആക്ഷൻ ഇല്ലാതെ നമ്മൾ ആഗ്രഹിക്കുക എന്നതാണ്. അതായത് ഞാൻ എല്ലാം യൂണിവേഴ്സിനോട് വിട്ടു എന്ന് പറഞ്ഞ് ഒന്നും നാം ചെയ്യില്ല. മാനിഫെസ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് ഒന്നുമല്ല. നിങ്ങൾക്ക് വരുന്ന ചെറിയ അവസരങ്ങൾ കാണുകയും ചെറുതെങ്കിലും പ്രവൃത്തി എടുക്കുകയും വേണം. യൂണിവേഴ്സ് വഴി തുറക്കും, പക്ഷെ നടക്കേണ്ടത് നിങ്ങളാണ്. മാനിഫെസ്റ്റേഷൻ പുറത്തെ ലോകം മാറ്റുന്നതിന് മുൻപ് നിങ്ങളെ അകത്തുനിന്ന് മാറ്റുന്ന ഒരു യാത്രയാണ്. ഈ 5 തെറ്റുകൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ശക്തി സ്വാഭാവികമായും വർദ്ധിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഏത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസാണ് ചെയ്യുന്നത് എപ്പോഴെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.